ഹലോ, ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അധ്യായത്തെ കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. നമ്മൾ സ്ഥിരമായിട്ട് ആവശ്യമുള്ള കുറച്ച് സംഗതികളാണ്. നമുക്ക് ഏതാനും ചില സെൻറ്റൻസുകൾ പരിചയപ്പെടാം. ആദ്യത്തെ ഉദാഹരണത്തിലേക്ക് പോകാം. ഹി ഈസ് സ്റ്റിൽ നോട്ട് വെൽ. അവനിപ്പോഴും സുഖമായിട്ടില്ല. ഇപ്പോഴും അവന് അസുഖബാധിതൻ തന്നെയാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പനിയുടെ സീസണാണ് അല്ലേ. പനി അത്ര പെട്ടെന്നൊന്നും മാറിപ്പോകുന്നില്ല. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലും 2 ആഴ്ച കഴിഞ്ഞ് ചോദിക്കുമ്പോഴും ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് നമ്മൾ പറയുമല്ലോ. അതാണ് നമ്മൾ പറയുന്നത് ഹി ഈസ് സ്റ്റിൽ നോട്ട് വെൽ. അവനിപ്പോഴും മാറിയിട്ടില്ല, അസുഖബാധിതൻ തന്നെയാണ്, പൂർണ്ണമായും റിക്കവർ ആയിട്ടില്ല എന്നൊക്കെ അതിനർത്ഥം. ഹി ഈസ് സ്റ്റിൽ നോട്ട് വെൽ. കൻ ഐ ആസ്ക് യു സംതിങ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളോട് എന്തോ ഒരു കാര്യം, സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒന്ന് അല്ലെങ്കിൽ ഒരു കാര്യം. ഇവിടെ അങ്ങനെയാണ് ഉദ്ദേശം. കൻ ഐ ആസ്ക് യു സംതിങ്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഓക്കെ, ക്യാൻ ഐ ആസ്ക് യു സംതിങ്? ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കണ്ടുപോകരുത് എന്ന് നമ്മൾ ചില സന്ദർഭങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന സമയത്തുനിന്ന് ആളോട് വിട്ടോ, പൊക്കോ എന്നൊക്കെ പറയാറുണ്ടല്ലോ. എന്നതുപോലെ ഇറങ്ങിപ്പോടാ എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. ഐ എം ഫീലിംഗ് ടയർഡ് ടുഡേ. എനിക്ക് ഇന്ന് ഭയങ്കര ക്ഷീണമുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ പറയും ഇന്ന് വയ്യ, എന്നാകെ ക്ഷീണമാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. അതാണ് ഐ എം ഫീലിംഗ് ടയർഡ് ടുഡേ. ഇന്ന് എനിക്കത്ര ഒരു എനർജി ഇല്ല, ഇന്ന് കുറച്ച് ക്ഷീണത്തിലാണ്. എന്തോ ഇന്നലത്തെ യാത്രയാകാം, അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായ എന്തെങ്കിലും കാര്യമായ അധ്വാനമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖം കഴിഞ്ഞ് പനിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ക്ഷീണം മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് പറയാം എന്ത്, ഐ എം ഫീലിംഗ് ടയർഡ് ടുഡേ. ഇന്നലെ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് കുറച്ച് ക്ഷീണമുണ്ട് എന്നുള്ള അർത്ഥത്തിലൊക്കെ അത് ഉപയോഗിക്കാം. ഓക്കെ, വാട്ട്സ് ഗോയിങ് ഓൺ? എന്താണ് നടക്കുന്നത്? ഓക്കെ, എന്തോ ഒരു അസ്വാഭാവികമായ ചില സംഗതികൾ കാണുകയാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം വാട്ട്സ് ഗോയിങ് ഓൺ? എന്താണ് സംഗതി, എന്താണ് എന്ന് നമ്മൾ ചോദിക്കൂലേ. എന്തേ പറ്റി, എന്താണ് സംഭവിക്കുന്നത്, എന്തോ അടി നടക്കുകയോ അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ, ആകെപ്പാടെ ജനങ്ങളുടെ മുഖത്തൊക്കെ ആകെ പരിഭ്രാന്തി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് ചോദിക്കാം വാട്ട്സ് ഗോയിങ് ഓൺ? എന്താണ് സംഭവിക്കുന്നത്, എന്താണ് പ്രശ്നം എന്ന് നമ്മൾ ചോദിക്കുന്നത് വാട്ട്സ് ഗോയിങ് ഓൺ എന്ന് ചോദിച്ചിട്ടാണ്. വാട്ട്സ് ദ വെദർ ലൈക്ക്? എന്താണ് കാലാവസ്ഥയുടെ പാട്? ഓക്കെ, എങ്ങനെയുണ്ട് നമ്മുടെ കാലാവസ്ഥ എന്നുള്ള ആ ചോദ്യമാണ്. കാലാവസ്ഥയെക്കുറിച്ചുള്ളൊരു അന്വേഷണമാണ് വാട്ട്സ് ദ വെദർ ലൈക്ക്. എന്താണ്, മഴ ഉണ്ടോ, വെയിലാണോ, ചൂടാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ. അപ്പോൾ അതാണ് വാട്ട്സ് ദ വെദർ ലൈക്ക്. സ്റ്റോപ്പ് കിഡിങ്. നീ കളിക്കല്ല എന്ന് നമ്മൾ പറയില്ലേ. വല്ലാണ്ട് കളിക്കല്ല, തമാശ ആക്കല്ല എന്നൊക്കെ പറയില്ല. അപ്പോൾ വല്ലാതെ ഇങ്ങനെ ഒരു എന്താ പറയുക, കാര്യങ്ങൾ നിസ്സാരമായി ഇങ്ങനെ വെറുതെ അതൊന്നും പറഞ്ഞ് സമയം കളയുമ്പോഴൊക്കെ നമുക്ക് പറയാം സ്റ്റോപ്പ് കിഡിങ്, തമാശ പിടി, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എന്നൊക്കെ നമ്മൾ പറയുന്നത് സ്റ്റോപ്പ് കിഡിങ്. ഡിഡ് യു ഗെറ്റ് മൈ പോയിൻറ്റ്? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? അതാണ് ഡിഡ് യു ഗെറ്റ് മൈ പോയിൻറ്റ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ആ പറഞ്ഞതെന്നുള്ളതിൻ്റെ പോയിൻ്റ് എനിക്ക് മനസ്സിലായോ? ഡിഡ് യു ഗെറ്റ് മൈ പോയിൻറ്റ്? ദിസ് ഈസ് നോട്ട് ഫെയർ. ഇത് ശരിയല്ല. ഓക്കെ, ഇത് ശരിയല്ല. എന്തോ ഒരു കളി നമ്മൾ കളിക്കുമ്പോൾ തികച്ചും അന്യായമായ ചില കളികളാണ് കളിക്കുന്നത്. നമ്മളോട് ചില നീതികേട് കാണിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആ നടക്കുന്ന കാര്യങ്ങളിൽ ചെറിയൊരു അനീതി ശരിയായ രൂപത്തിലല്ല നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദിസ് ഈസ് നോട്ട് ഫെയർ. ഇത് ശരിയല്ല, ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓക്കെ, ദിസ് ഈസ് നോട്ട് ഫെയർ, നല്ല കാര്യമല്ല. ഓക്കെ, ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. അത് നടക്കില്ല. നമ്മളിപ്പോൾ എന്തോ ഒരു സംഗതി ചെയ്യാൻ വേണ്ടി ഭയങ്കര പ്ലാനിങ് ഒക്കെ ഇട്ടു. അപ്പോൾ നമ്മുടെ അഭിപ്രായം ചോദിക്കണം. നമ്മൾ നോക്കുമ്പോൾ ആ അഭിപ്രായം ഒരു നിലക്കും നടക്കാത്ത സംഗതിയാണ് ഇവർ വലിയ പ്ലാനായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാം ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. അതൊന്നും നടക്കില്ല, അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയുക. അതാണ് ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. ഡു യു നോ വേർ എൽസ് ഐ കുഡ് ട്രൈ? ഡു യു നോ, നിങ്ങൾക്ക് അറിയാമോ? വേർ എൽസ്, മറ്റെവിടെയാണ്, ഐ കുഡ് ട്രൈ, എനിക്ക് ശ്രമിക്കാൻ പറ്റുന്നത്. അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരാളെ സമീപിച്ചു. അപ്പോൾ അയാളടുത്ത് അതിന് ഉള്ള സൊല്യൂഷൻ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കും ഇതിനിപ്പോൾ വേറെ എവിടെ പോയി കഴിഞ്ഞാൽ ശരിയാവുക, വേറെ എവിടേക്കാണ് എനിക്ക് പോകാൻ പറ്റുക എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. അപ്പോൾ അതേപോലത്തെ ഒരു ചോദ്യമാണ് ഡു യു നോ, നിങ്ങൾക്ക് അറിയാമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാമോ? വേർ എൽസ് ഐ കുഡ് ട്രൈ, വേറെ എവിടെ പോയിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേർ എൽസ് ഐ കുഡ് ഗോ എന്നാണെങ്കിൽ വേറെ എവിടേക്ക് എനിക്ക് പോകാൻ പറ്റും എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഡു യു നോ വേർ എൽസ്, മറ്റെവിടെയാണ്, ഐ കുഡ് ട്രൈ, എനിക്ക് പോയി ഇതൊന്ന് ചെയ്ത് നോക്കാൻ പറ്റുക, ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുക. ഡു യു ഓഫർ എ ക്യാഷ് ഡിസ്കൗണ്ട്? നിങ്ങൾ
ഒരു ക്യാഷ് ഡിസ്കൗണ്ട് ഇതിന് ഓഫർ ചെയ്യുന്നുണ്ടോ? നമ്മളൊരു കടയിൽ പോയിട്ട് എന്തോ ഒരു വലിയ പ്രൊഡക്റ്റ് ചോദിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വലിയ എമൗണ്ട് ഉണ്ട്, അപ്പോൾ അതിന് ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. ഡു യു ഓഫർ എ ക്യാഷ് ഡിസ്കൗണ്ട്? നിങ്ങൾ ഇതിനൊരു ക്യാഷ് ഡിസ്കൗണ്ട് ഓഫർ കൊടുക്കുന്നുണ്ടോ എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഡു യു ഓഫർ, നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എ ക്യാഷ് ഡിസ്കൗണ്ട്? ഐ ആം ഓൺ മൈ വേ. ഐ ആം ഓൺ മൈ വേ, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഒരു സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. സുഹൃത്തുക്കളോട് ഞാനിപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ വിളിക്കുകയാണ്, എവിടെ നീ പുറപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഓൺ മൈ വേ. ഐ ആം ഓൺ മൈ വേ, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ അവിടെ എത്താനായിട്ടുണ്ടെന്ന് എങ്ങനെ പറയാം? ഐ എം ഓൾമോസ്റ്റ് ദെയർ, ഞാൻ അവിടെ എത്താനായിട്ടുണ്ട്. ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ്? കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ, ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ്? കാര്യങ്ങളൊക്കെ റെഡി അല്ലേ, സെറ്റല്ലേ? വെൻ ഈസ് ദ ട്രെയിൻ ലീവിങ്? എപ്പോഴാണ് ട്രെയിൻ പുറപ്പെടുന്നത്? ഓക്കെ, വെൻ ഈസ് ദ ട്രെയിൻ ലീവിങ്. ഇനിയിപ്പോൾ അവൻ എപ്പോഴാണ് പുറപ്പെടുന്നത് എന്നാണെങ്കിൽ ആ ട്രെയിൻ എന്നുള്ളത് മാറ്റിയിട്ട് വെൻ ഈസ് ഹി ലീവിങ്, അവൻ എപ്പോഴാണ് പുറപ്പെടുന്നത് എന്നും ചോദിക്കാം. വെൻ ഈസ് ദ ട്രെയിൻ ലീവിങ്, നമ്മളൊരു ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, ആ ട്രെയിൻ എപ്പോഴാണ് പുറപ്പെടുന്നത്? ദ ട്രെയിൻ എന്നാണ്, ഏതോ ഒരു ട്രെയിനിന് ഉദ്ദേശിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ പരശുരാം എക്സ്പ്രസ്സോ അങ്ങനെ ഏതോ ഒരു എക്സ്പ്രസ്സിന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ട്രെയിനിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. വെൻ ഈസ് ദ ട്രെയിൻ ലീവിങ്, ആ ട്രെയിൻ എപ്പോഴാണ് പുറപ്പെടുന്നത്? ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.